ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കാം. കൂടുതൽ ആളുകൾക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇത്. എന്നാലും ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുഴഞ്ഞു പോകുന്നത്. ഇന്ന് ഞാനിവിടെ പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു പോവാതെ ഉപ്പുമാവ് തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 2-3 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ സൗണ്ട് കേൾക്കും, അപ്പോൾ മനസ്സിലാക്കാം. പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പുമാവ് കുഴഞ്ഞു പോവാതെ കിട്ടും. അതുമാത്രമല്ല, നമ്മൾ ചേർക്കുന്ന വെള്ളം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലതെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർക്കാം. ഓപ്ഷണലാണ്. ഇതിന് പകരം വേണമെങ്കിൽ നിലക്കടല ചേർത്തും കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും ബീൻസും ചേർക്കാം. ഒരു ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, 2 ബീൻസ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യാം. പിന്നെ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. പക്ഷേ ഈ സമയത്തല്ല, വേവിച്ചിട്ടൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. വെജിറ്റബിൾസ് ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് വെള്ളമൊന്നും അല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. അതുപോലെ നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തതും ഈ ഒരു കപ്പിലാണ്. മെഷറിംഗ് കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ഗ്ലാസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഒരേ കപ്പിൽ അല്ലെങ്കിൽ ഒരേ ഗ്ലാസ്സിൽ തന്നെ നുറുക്ക് ഗോതമ്പും വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ തേങ്ങ ചേർക്കാം. 1/4 കപ്പ് തേങ്ങ, അതായത് 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ ഉപ്പുമാവിൻ്റെ ടേസ്റ്റും കൂടും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണുള്ളത്, ഫ്ലെയിം ഒട്ടും കുറയ്ക്കേണ്ട. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേണ്ടുന്നത്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലും നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയതാണ്. മീഡിയം ഫ്ലെയിമിലാണുള്ളത്, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കാം. കാണാമല്ലോ അല്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മാത്രമല്ല കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ടൈം, എൻ്റെ കുക്കിംഗ് ടൈം 10 മിനിറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റൊക്കെ ആയാലും ഒന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയായാലും 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയാകും. ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വീണ്ടും തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടും, അത്ര തന്നെ. പിന്നെ കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നുറുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടതെന്ന്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റും, എന്നാൽ നുറുക്ക് ഗോതമ്പ് കുക്കായി കിട്ടുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, ഇപ്പം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്